മാഷേ, ശരിക്കും ഈ ആയുസ്സും ആരോഗ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തോ ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ? അല്ല, നമ്മൾ ഒരുപാട് ന്യൂസ് ഇപ്പോൾ കാണുന്നുണ്ട്. ഈ 35, 40, 50 വയസ്സിനുള്ള ആൾക്കാർ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കണമെന്നൊക്കെ. അതും ചില ആൾക്കാർ നല്ല ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ആൾക്കാരുമാണ്. എന്തായിരിക്കും ഇതിന്റെ ഒരു റീസൺ? താങ്കൾ ഇടയ്ക്ക് എന്നോട് ചോദിക്കാറില്ലേ ഇതെന്താണ് എപ്പോഴും ഈ പുസ്തകം വായിക്കുന്നത്? അതെ, എത്ര പ്രാവശ്യം വായിക്കുന്നത്. ഇത് തന്നെയാണ് റീസൺ. എന്താണിത്? ജോയ്. ആൾക്കാർക്ക് ഹാപ്പിനെസ് ഇല്ല. ചെയ്യുന്ന കാര്യങ്ങളിൽ ആരും ഹാപ്പി അല്ല. കാരണം അവർ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത് മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടിയാണ്. എന്തൊക്കെയോ നേടാൻ വേണ്ടിയുള്ള ആർത്തി കൊണ്ടോ ആവശ്യം കൊണ്ടോ അനാവശ്യം കൊണ്ടോ ആഗ്രഹം കൊണ്ടോ അവർക്കിഷ്ടമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടി അതിലൂടെ അവർക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം, അത് കാരണം ഉണ്ടാകുന്ന ഉറക്കമില്ലായ്മ, അതിലൂടെ ഉണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ, കൂട്ടത്തിൽ ഒരു എക്സർസൈസും ചെയ്യാറില്ല, ഭക്ഷണവും കഴിക്കാറില്ല. അപ്പം ഇങ്ങനത്തെ ഒരു പാക്കേജ് ആയിട്ട് ഇത് സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ബോഡി കൊളാപ്സ് ആവും. ഇതെൻ്റെ ഇൻഫർമേഷൻ ആണ് കേട്ടോ. ഒരിക്കലും ഞാൻ ഒരു ആധികാരികമായി പറയുന്നതല്ല, ജസ്റ്റ് മൈ ഇൻഫർമേഷൻ. സോ ഇതിനാകെയുള്ള പ്രതിവിധി ഇപ്പോൾ തന്നെ നിങ്ങൾ ആദ്യം എക്സർസൈസ് സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ യോഗ ചെയ്യണം എന്ന് പറയുന്നത്. യോഗയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നർ പീസും ഹാപ്പിനെസ്സും പെട്ടെന്ന് കിട്ടും. പാരലലി നമുക്ക് മൈൻഡിനും ഒരു സുഖം കിട്ടും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡി ഹാപ്പിയാവും. ബോഡി ഹാപ്പി ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്കൊരിക്കലും സ്ട്രെസ് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു സ്മൂത്തായിട്ട് പോകാൻ പറ്റും. ഈ ഓട്ടത്തിൽ ഒരു ഇച്ചിരി സ്ലോ ഡൗൺ ആവും. അപ്പോൾ നമുക്ക് ബോഡി കുറച്ച് റിലാക്സ്ഡ് ആവും. നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം, വലിയ ബുദ്ധിമുട്ടില്ല. അല്ലാതെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് പ്രഷർ വരുന്നു, ഉറക്കം പോകുന്നു, ഭക്ഷണം തെറ്റുന്നു, വ്യായാമമില്ല, ബോഡി കൊളാപ്സ് ആവും. അപ്പം ആയുസ്സും ആരോഗ്യവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഒരു ബന്ധവുമില്ല. കാരണം ആയുസ്, ജനനം, മരണം ഇത് രണ്ടും തീരുമാനിക്കുന്നത് മറ്റൊരാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ള സംഭവത്തിനെയാണ് നമ്മൾ ജീവിതം എന്ന് പറയുന്നത്, ലൈഫ്. അത് ആരോഗ്യത്തോടെ വേണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കാൻ നമുക്ക് പറ്റും. അപ്പം എന്നാണോ നിങ്ങൾ മരിക്കുന്നത് അന്ന് വരെ നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ അത് നമ്മുടെ കയ്യിലായിരിക്കുന്നു ഒരു പരിധി വരെ. സോ ആരോഗ്യത്തോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി വ്യായാമം ചെയ്യുക. അത് യോഗ ചെയ്യാൻ എടുത്തു പറയും. നമ്മുടെ തന്നെ യോഗ ചെയ്യണമെന്ന് ഒരിക്കലും ഇല്ല, ആരുടെ യോഗ വേണേൽ ചെയ്യാം. പിന്നെ ഭക്ഷണം പ്രോപ്പറാക്കുക, കൃത്യമായി ഉറങ്ങുക. ഇതൊരു റോങ് ഇൻഫർമേഷനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് ഈ വീഡിയോ കളയാം. അതല്ല, പറഞ്ഞതിൽ ശരിയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് വെച്ചേക്കാം. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് യോഗയ്ക്ക് ചേരാം. ബേസിക്കലി നമ്മൾ ഹാപ്പി ആണോ എന്ന് ഉറപ്പ് വരുത്തുക. ഹാപ്പി ആണെങ്കിൽ ബാക്കി പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവും. ഹാപ്പി അല്ലാതെ നമ്മൾ എന്തൊക്കെ നേടിയിട്ടും ഒരു കാര്യമില്ല.